ഇപ്പം വീണ ജോർജ് നടത്തുന്ന നാടകമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ ഏറ്റവും വലിയ നാടകം അല്ലെങ്കിൽ ഒരു നാടകം എന്ന് പറയുന്നത് ഒരു അഭിനയം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഗ്രസിൽ ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോഴും ഒരു MP എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സ്വന്തം MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പ്രിയങ്ക വാദ്ര വ്യക്തമാക്കണം. കാരണം ഒരു MPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും 5 കോടി രൂപ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവർക്ക് തദ്ദേശമായി, അതായത് അവരവരുടെ മണ്ഡലം വികസിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ആ ഫണ്ടിൽ നിന്നും എത്രയെങ്കിലും രൂപ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രിയങ്ക വാദ്രയ്ക്ക് ഇതുപോലെ അവിടെ ഒരു മികച്ച രീതിയിൽ പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന നേതാവ് അട്ടർ ഫ്ലോപ്പാണ് എന്ന് പറയേണ്ടി വരും. എന്നിട്ടാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പുതിയ കരച്ചിലും പിഴിച്ചിലും നാടകങ്ങളുമായി രംഗം കൊഴിപ്പിക്കാനായിട്ട് ഈ പ്രിയങ്ക വാദ്ര രംഗത്തെത്തിയിരിക്കുന്നത്. തെറ്റല്ലേ അത്? ജനങ്ങളെ പറഞ്ഞു പറ്റിക്കലല്ലേ? എന്നിട്ട് പറയുകയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. ഭയങ്കര വികാരഭരിതമായി വികാരാർദ്രമായൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ പ്രിയങ്ക വാദ്രയോട് പുച്ഛമാണ് തോന്നുന്നത്. വയനാട് ജനതയോട് പ്രിയങ്ക ഗാന്ധി ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് പുലർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന നേതാവിൻ്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും ഫേക്കാണ് എന്ന് പറയേണ്ടി വരും. നാണംകെട്ട അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിലൊന്നും വയനാട്ടിലെ ജനങ്ങൾ വീഴുമോ വീഴില്ലയോ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമസ്കാരം, SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഒരു വലിയ നാടകം അരങ്ങേറി. ഇപ്പം വീണ ജോർജ് നടത്തുന്ന നാടകമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ ഏറ്റവും വലിയ നാടകം അല്ലെങ്കിൽ ഒരു നാടകം എന്ന് പറയുന്നത് ഒരു അഭിനയം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഗ്രസിൽ ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ മാത്രമല്ല, തുടർന്നുള്ള അതിൻ്റെ ഏകദേശം സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറായി നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായ കാര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേക്ക് തുടച്ചു കൊടുക്കുന്ന തരത്തിലുള്ള അഭിനയം, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന അഭിനയം, ഷാള് ഇടുമ്പോൾ നിരസിക്കുന്ന തരത്തിലുള്ള അഭിനയവും പിന്നീട് അതിനെ ന്യായീകരിക്കുന്ന അഭിനയവും, തെറി കേട്ടതിന് ശേഷം ഞങ്ങൾ ചേട്ടാനിയന്മാർ ഇങ്ങനെയാണ് എന്ന് പറയുന്ന അഭിനയം, അതോടൊപ്പം തന്നെ മൂക്കിൻ്റെ പാലം പൊടിഞ്ഞു വീഴുന്ന പാലാരിവട്ടം പാലം പോലെ മൂക്കിൻ്റെ പാലം തകരുന്ന അനുഭവങ്ങളും അഭിനയങ്ങളും, അതോടൊപ്പം തന്നെ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഭയങ്കരമായ വൈകാരികമായ അഭിനയങ്ങൾ, ഭീഷണികൾ, കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, ആഹ്വാനങ്ങൾ എന്ന് വേണ്ട എല്ലാം കൂടെ ചേർന്ന് വന്ന ഒരു ഹൊറർ അല്ലെങ്കിൽ ഹൊററെന്നോ ത്രില്ലറെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന ഒരു മികച്ച അഭിനയ സങ്കേതങ്ങൾ നമുക്ക് അവിടെ നിന്നും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു അഭിനയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം അവിടെ 100 വീടുകൾ എന്ന് പറയുന്ന ഒരു പദ്ധതി, അതായത് സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന 100 വീട് പദ്ധതി, പുനരധിവാസ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തറക്കല്ലിടൽ കർമ്മമാണ് നടന്നത്. അതിലേക്ക് പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന വയനാടിൻ്റെ MPയും മുൻ MP ആയ രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവും ഒക്കെ പങ്കെടുക്കുകയുണ്ടായി. ഈ ചടങ്ങിനെ എന്തുകൊണ്ടാണ് ഒരു ഡ്രമാറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആണ്. അവിടെ വന്നു നിന്നുകൊണ്ട് ഒരു 2 വർഷം കഴിഞ്ഞ് ദുരന്തത്തിൽ നിന്നും ഏകദേശം മുക്തമായി സർക്കാരിൻ്റെ ഏകദേശം 178 വീടുകൾ മാർച്ച് മാസത്തോടു കൂടി വിതരണം ചെയ്യുന്നു. അപ്പം മാർച്ച് മാസം അവസാനത്തോടു കൂടി സർക്കാർ വാഗ്ദാനം ചെയ്ത 412ഓളം വരുന്ന വീടുകൾ അവിടുത്തെ ഗുണഭോക്താക്കൾ ലഭിക്കാൻ പോകുന്നു. ഇതുകൂടാതെ ആ മാസത്തോട് അനുബന്ധിച്ച് തന്നെ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഏകദേശം 100 വീട് എന്ന് പറയുന്നൊരു പ്രോജക്റ്റും അല്ലെങ്കിൽ ആ 100 വീടുകൾ അടങ്ങുന്ന ഒരു പ്രോജക്റ്റും അവരുടെ ജനങ്ങളിലേക്ക് ഗുണഭോക്താക്കളിലേക്ക് എത്താൻ പോകുന്ന സമയം ഏകദേശം 500-ലധികം വീടുകൾ, 500 ചില്ലുവാനം, ഏകദേശം 600-ൽ താഴെയുള്ള വീടുകൾ ഈ വരുന്ന മാർച്ച് മാസത്തോടു കൂടി അവിടുത്തെ പാവപ്പെട്ടവരായ എല്ലാ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്ന അസുലഭമായ സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കേവലം ഒരു തറക്കല്ല് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം. അവിടെ നമുക്ക് ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ 400 ചില്ലുവാനം വീടിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാര്യം അത്രയേ ഉള്ളൂ ഗുണഭോക്താക്കൾ. കുറച്ച് പേര് പൈസ മേടിച്ചിട്ട് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് മേടിച്ചിട്ട് മാറി മറ്റൊരു സ്ഥലത്ത് അവർ തന്നാൽ കഴിയും വിധം വീട് വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയ ആളുകളും അക്കൂട്ടത്തിലുണ്ട്. ഇതിനകത്തേക്ക് കോൺഗ്രസിൻ്റെ MPമാരും തന്നെ, പ്രത്യേകിച്ച് ചില MPമാരൊഴികെ ബാക്കി ഒരു MPമാരും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭവന പദ്ധതി നടക്കുന്ന സാഹചര്യത്തിൽ വീടിന് വേണ്ടിയിട്ട് പണം നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. അല്ലെങ്കിൽ CMDRFലേക്ക് തുക കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. തന്നെയുമല്ല, വയനാട് MP ആയിരിക്കുന്ന ഈ നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി പോലും 1 രൂപ സർക്കാരിൻ്റെ അല്ലെങ്കിൽ CMDRFലേക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ അതിന് പ്രിയങ്ക ഗാന്ധി പറയുന്ന ഒരു കാര്യം, പ്രിയങ്ക വാദ്ര പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ സർക്കാരിൻ്റെ ഇതിലേക്ക് പണം കൊടുക്കത്തില്ല, ഇനി കൊടുക്കാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സിസ്റ്റമുണ്ട്, ഞങ്ങൾ പണം പിരിച്ച് ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം. പക്ഷേ നാളിതുവരെ കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്താൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഒരു എം പി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സ്വന്തം എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ട എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പ്രിയങ്ക വാദ്ര വ്യക്തമാക്കണം. കാരണം ഒരു എം പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും 5 കോടി രൂപ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവർക്ക് തദ്ദേശമായി, അതായത് അവരവരുടെ മണ്ഡലം വികസിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ആ ഫണ്ടിൽ നിന്നും എത്രയെങ്കിലും രൂപ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രിയങ്ക വാദ്രയ്ക്ക് ഇതുപോലെ അവിടെ ഒരു മികച്ച രീതിയിലുള്ള 5 കോടി രൂപയെങ്കിലും എടുത്തിട്ട് അവിടെ ഒരു ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടി വെക്കാമായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. പ്രിയങ്ക വാദ്രയുടെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഉള്ളത് 3.24 ഏക്കർ ഭൂമിയാണ്. 3.24 ഏക്കർ ഭൂമിയിൽ തന്നെ 8 സെൻറ്റ് വീതം ഒരാൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് 8 സെൻറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് ഓരോ വീടുകൾ നിർമ്മിക്കുന്നത്. ഒരു വീടും അതിനോട് ചുറ്റും വരുന്ന 8 സെൻറ്റ് പ്രോപ്പർട്ടി, ഇതാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. നിലവിൽ നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ 100 വീട് എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ് ഇവരുടെ മൈൻഡിലുള്ളത്, കോൺഗ്രസിന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ശിലാസ്ഥാപനമാണ് നടന്നിരിക്കുന്നത്. നിലവിൽ ഒരു 100 വീട് വെക്കണമെങ്കിൽ 8 സെൻറ്റ് വെച്ചിട്ടാവുമ്പോൾ എത്ര സെൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഒരു ഊഹമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ 3 ഏക്കർ ഭൂമിയിൽ എത്ര വേണ്ടി വരും? ഏകദേശം ഒരു 30 വീടിനപ്പുറത്തേക്ക്, 30 മുതൽ 35 വീടിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും ആ പ്രോപ്പർട്ടിയിൽ, ഇപ്പം നിലവിൽ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഒരു 40 ഒക്കെ ആണെങ്കിൽ പോലും 40 എന്ന് പറയുന്ന ഒരു കണക്കിൽ 40 ആയിട്ട് ഭാഗിക്കും. കാര്യം എന്തുകൊണ്ടാണ് ഈ കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന 3.25 ഏക്കർ ഭൂമിയിലേക്ക് കടന്നു വരാൻ വളരെ വീതിയേറിയ ഒരു റോഡിൻ്റെ ആവശ്യമുണ്ട്. തുടക്കത്തിൽ തന്നെ വേണ്ടി വരും. ഒരു 7 മീറ്ററോളം നീളം വരുന്ന ഒരു റോഡ് ആവശ്യമുണ്ട്. ആ റോഡ് കണക്ടിവിറ്റികൾ, എല്ലാ വീടുകളിലേക്ക് റോഡ് കണക്ടിവിറ്റി ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ലോറി കയറി വരുന്ന രീതിയിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, അവിടേക്ക് കടന്നു വരാൻ ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് അടക്കം എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. ഇനി അഥവാ JCB പോലെയുള്ള എക്സ്കവേറ്ററുകൾ പോലെയുള്ള വലിയ മെഷീൻ സംവിധാനങ്ങൾ അവിടെ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. സിമെൻറ്റ് മിക്സർ പോലെയുള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധിയായ ആവശ്യങ്ങളാണ് നിർമ്മാണ പ്രവർത്തന സമയത്ത് വാഹനങ്ങൾ കയറി റോഡിൻ്റേതായ ആവശ്യങ്ങൾ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് റോഡുകൾ നിർമ്മിക്കുക എന്നുള്ളത് വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പിന്നീട് വരുന്ന അവിടെ കുടിവെള്ള പദ്ധതി തുടങ്ങണം. ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, അതായത് വീട് എന്നതിന് പുറത്ത് നിന്നിട്ടാണ് പറയുന്നത്, ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതോടൊപ്പം ഈ വീടുകളിൽ നിന്നുള്ള ഡ്രെയിനേജ് സംവിധാനം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടും ഉള്ള ഒരു പദ്ധതി വരെ അതിനകത്ത് രൂപകൽപ്പന ചെയ്തതിന് ശേഷം മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ 30-ൽ താഴെ അല്ലെങ്കിൽ 30-നും 35-നും ഇടയിൽ വരുന്ന വീടുകൾ മാത്രമേ ഈ പറയുന്ന 3.25 ഏക്കറിനകത്ത് വെക്കാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇനിയും എന്താണ്, ഇനിയിപ്പോൾ 2.25 ഏക്കർ വേറെ എവിടെ എടുക്കാൻ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ 2.25 വരില്ല, 2.14 ഏക്കർ ഭൂമി മറ്റൊരിടത്ത് വില കൊടുത്തിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇതോട് കൂടാതെ ഏകദേശം പിന്നെ ഒരു 5 ഏക്കർ ഭൂമിയായിട്ട് ചർച്ചകൾ നടന്നു വരുന്നു എന്നുള്ള കാര്യവും പ്രിയങ്ക വാദ്ര ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നുണ്ട്. പ്രിയങ്ക ഇത്രയും കാലത്തിനകത്ത് ആ നാട്ടുകാരെ വന്ന് കാണുന്നതിനോ കുറച്ച് കലണ്ടറുകൾ അടിച്ചു കൊടുത്തു വിട്ടതല്ലാതെ അതിനപ്പുറത്തേക്ക് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിനോ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു ഘട്ടത്തിൽ പോലും വയനാടിൻ്റെ മണ്ണിൽ ഈ പ്രിയങ്ക വാദ്ര കാല് കുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ജനങ്ങളെ കണ്ട് സംസാരിക്കാൻ വേണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് ശരി ഞാനിത് കൊണ്ട് ലോക്സഭയിൽ അവതരിപ്പിക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് എന്ത് സഹായമാണ് കിട്ടിയിട്ടുള്ളത്? ഒരു സഹായവും കേന്ദ്രത്തിൽ കിട്ടിയിട്ടില്ല. എന്തിനേറെ പറയാൻ, നമ്മുടെ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി 400-ലധികം ആളുകൾ മരണപ്പെട്ടു പോയൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ ഒരു നടപടിയും ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെയ്ത് കാണിക്കാനോ ഈ കാര്യങ്ങൾ സഭയിലൊന്നും ഉച്ചത്തിൽ പറയാനോ പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന നേതാവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അല്ലെ MP യെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുമ്പോഴും പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന നേതാവ് അട്ടർ ഫ്ലോപ്പാണ് എന്ന് പറയേണ്ടി വരും. എന്നിട്ടാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പുതിയ കരച്ചിലും പിഴിച്ചിലും നാടകങ്ങളുമായി രംഗം കൊഴിപ്പിക്കാനായിട്ട് ഈ പ്രിയങ്ക വാദ്ര രംഗത്തെത്തിയിരിക്കുന്നത്. തെറ്റല്ലേ അത്? ജനങ്ങളെ പറഞ്ഞു പറ്റിക്കലല്ലേ? എന്നിട്ട് പറയുകയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. ഭയങ്കര വികാരാർദ്രമായൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ പ്രിയങ്ക വാദ്രയോട് പുച്ഛമാണ് തോന്നുന്നത്. രാഹുൽ ഗാന്ധിയോടും അതെ. രാഹുൽ ഗാന്ധി പറഞ്ഞു എൻ്റെ പെങ്ങളും ഞാനും തമ്മിൽ കാറി വെച്ച് വഴക്കുണ്ടായി എന്നൊക്കെ പറയുന്ന എത്ര ബാലിശമായ കാര്യങ്ങളാണ് ഇതെല്ലാം.
ശരിയാണ്, നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. പക്ഷേ നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ചു, MP എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ നാട്ടിലെ സാധാരണക്കാരുടെ അവരുടെ എന്താ പറയുക, അവർക്ക് അവരുടെ വായ്പ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അതേസമയം അവർക്ക് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പാർലമെന്റിന്റെ മുന്നിൽ പോയി നിന്നിട്ട് സമരം ചെയ്യാൻ, പോറ്റിയെ കയറ്റിയെ പാട്ടൊക്കെ പാടിക്കൊണ്ട് സമരം ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇവിടെ പിന്നെ അല്ലാതെ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് ഉയർത്തി പറയാൻ വേണ്ടിയിട്ട് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ എന്നിട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബക്കാരാണ്, എൻ്റെ സഹോദരികളാണ്, ഞാൻ നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ സഹോദരിയാണ്, നിങ്ങളുടെ അമ്മയാണ് എന്നൊക്കെ വന്നിട്ട് വലിയ വായിലേ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരല്പം തൊലിക്കെട്ടി കൂടുതൽ വേണം പ്രിയങ്ക വാദ്ര എന്ന് പറയേണ്ടി വരും. എന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മൾ കാണേണ്ട ഒരു തറക്കല്ലിടിയിൽ മാത്രമാണ്. ആ തറക്കല്ല് ഇനിയും വളരണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിനോട് ചുറ്റോട് ചുറ്റും വീടുകൾ ഉണ്ടാകണോ വേണ്ടയോ എന്നുള്ള കാര്യം UDF ആണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി. UDF എന്ന് പറയുന്നില്ല, കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭരണം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഈ തറക്കല്ലിനെ കുറച്ച് നാൾ നീക്കി വെക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ വെക്കും വേണമെന്നുണ്ടെങ്കിൽ 2 ലോഡ് പാറയൊക്കെ കൊണ്ടുവന്ന് അടിച്ച് അവിടെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെയൊക്കെ ഈ ഒരു മാസം സമയമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് വരെയുള്ള ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കാടും പടലും ഒക്കെ ഒന്ന് വരച്ചു വിട്ടി വൃത്തിയാക്കിയോ ഒരു റോഡ് വെട്ടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ തൽക്കാലത്തേക്ക് പൊടിയിടാൻ കഴിഞ്ഞെന്ന് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് എത്തും. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട്, അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെതായ പിന്നെ പ്രോട്ടോക്കോൾ നിലവിൽ വരും. അങ്ങനെ പ്രോട്ടോക്കോളൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടായിരിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ ആ പ്രോട്ടോക്കോൾ പ്രകാരം നടന്നില്ലെങ്കിലോ അങ്ങനത്തെ പ്രശ്നം വരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ വീട് നിർമ്മാണം തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് ഇവർക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം അങ്ങനെ ഒന്നുകൂടി ഇതിനകത്തുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരം കിട്ടിയില്ലെങ്കിൽ ഇവർ ഈ വീടിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫണ്ടിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കേരളത്തിലുള്ള ഒരു കുഞ്ഞിന് പോലും അറിയില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നുള്ള 780 കോടി എന്ത് ചെയ്തു സംസ്ഥാന സർക്കാരിന് വന്നത്, എന്നിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ തലയിലിടാൻ ശ്രമിക്കുകയാണ്. സർക്കാർ ഇടങ്കോലിട്ടു. ലീഗ് ഭൂമി ഏറ്റെടുത്ത സമയത്ത് പോലും സർക്കാർ അതിനെതിരെ നിന്നു എന്ന് പറയുന്ന വിദണ്ഡവാദവുമായിട്ടാണ് ശരിക്കും കോൺഗ്രസ് കളം പിടിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സർക്കാർ ഭൂമി വിട്ടുകൊടുത്തില്ല. രാജൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇതേ കള്ളത്തരം KC വേണുഗോപാലും വേദിയിൽ നിന്നുകൊണ്ട് ആവർത്തിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ പുച്ഛം തോന്നുകയാണ് ഇവരോടൊക്കെ. അപ്പം കാര്യം ഇങ്ങനെയൊക്കെ ഇവർ പറയൂ എന്ന് പറയുന്ന ഒരു രീതി. എന്നിട്ട് ഒരു 8 കാലി മുന്നിനെ പോലെ ഒരാൾ പെട്ടെന്ന് വരുന്നു, ഏറ്റെടുക്കുകയാണ്. എൻ്റെയും കൂടെ പണമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൽപ്പറ്റ MLA T സിദ്ദിഖ് വന്നിട്ട് ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടൗൺഷിപ്പിൻ്റെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ആ ടൗൺഷിപ്പിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നു. BJPക്കാർ ഒരു വശത്തു നിന്ന് വരുന്നു. ഇതൊക്കെ നമ്മൾ വയനാട്ടിൽ നിന്ന് കാണുന്ന നിരന്തര നാടകങ്ങളാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറയുന്നത്, അഭിനയിക്കാൻ അല്പം കഴിവുണ്ടാവണം കോൺഗ്രസിൽ ചേരണമെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോഴും വയനാട് ജനതയോട് പ്രിയങ്ക ഗാന്ധി ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് പുലർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന നേതാവിൻ്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും ഫേക്കാണ് എന്ന് പറയേണ്ടി വരും. നാണംകെട്ട അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിലൊന്നും വയനാട്ടിലെ ജനങ്ങൾ വീഴുമോ വീഴില്ലയോ എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങൾക്ക് ഇപ്പോഴും അവരുടെ പ്രിയങ്ക വാദ്രയെക്കുറിച്ച് ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ശരി, നിങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നോളൂ എന്ന് പറയാനേ കഴിയൂ. അതല്ല, പ്രിയങ്ക വാദ്ര ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യം ബോധവാന്മാരാണെങ്കിലും ബോധവാന്മാരും ബോധവതികളുമാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. കാര്യം ഈ വീട് ഒരിക്കലും നടപ്പിലാക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രോജക്റ്റായി തന്നെ കാലാകാലങ്ങളോളം അവശേഷിക്കുമോ എന്നുള്ളൊരു ഭയപ്പാടും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. കാര്യം ഇത്രയും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് എവിടുന്ന്, ഇനിയും വേണ്ടി വരുന്ന ഏകദേശം 7 ഏക്കറോളം വരുന്ന ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിൻ്റെ കയ്യിൽ, KPCCയുടെ കയ്യിൽ അത്രത്തോളം ഫണ്ട് ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് സംശയാസ്പദമായി തന്നെ നിലനിൽക്കുന്നു. ഇവിടെ 8 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റ് വീടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് LDF അല്ലെങ്കിൽ സർക്കാർ വെച്ച് കൊടുത്ത വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 7 സെൻറ്റ് പ്രോപ്പർട്ടിയോട് കൂടി ഒരു വീടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇവരതിന് ഒരു 100 സ്ക്വയർ ഫീറ്റ് കൂട്ടി അതോടൊപ്പം തന്നെ 1 സെൻറ്റ് പ്രോപ്പർട്ടിയും കൂടെ കൂട്ടിയിട്ട് 8 സെൻറ്റും 1100 സ്ക്വയർ ഫീറ്റിൻ്റെ വീടും. ഒരു മത്സര ബുദ്ധിയുണ്ട്, നല്ലത് തന്നെ. പക്ഷേ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആവശ്യത്തിനുള്ള വീടുകളൊക്കെ ഇപ്പം വയനാട്ടിൽ ഏറെക്കുറെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കോൺഗ്രസ്സുകാർ വെക്കുന്ന വീടിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതല്ലേ. ഇന്ന ആൾക്കാരാണ് ഇതിന് ഗുണഭോക്താക്കളായിട്ട് വരുന്നത് എന്നുള്ള കാര്യം എന്തുകൊണ്ട് പറയാൻ മടിക്കുന്നു? അല്ലെങ്കിൽ ഏത് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഞങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചത്?
ഈ വീട്ടിൽ ഈ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വീട് ഇനി പൂർത്തിയായി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരുപക്ഷെ താമസിക്കാൻ ആളുണ്ടാവില്ല. കാരണം എല്ലാവർക്കും വീട് കിട്ടിക്കഴിയും. അവിടെ ഭവനരഹിതരായിട്ടുള്ള എല്ലാവരുടെ അടുത്തേക്കും വീടുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും ഇനി ഇവരുടെ വീട് 6 മാസം എടുക്കും മിനിമം ഇത് പൂർത്തിയായി വരാൻ. അപ്പോൾ 6 മാസം കൊണ്ട് മറ്റുള്ളവരെല്ലാം അവരവരുടെ വീട്ടിൽ സേഫ് ആവും. അതായത് എല്ലാവരും വീട്ടിൽ സേഫ് ആവും. പിന്നെ ആളില്ലാതെ കിടക്കുന്ന വെറും വീടുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സെ കുറച്ചൊക്കെ ഒരു ഉളുപ്പും ഒരു എന്താ പറയുക ഒരു നാണവും ഒക്കെ ഉണ്ടായാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അത് പ്രിയങ്ക വാദ്ര സമയം കിട്ടുമെങ്കിൽ സ്വന്തം സഹോദരനെ പറഞ്ഞെന്ന് മനസ്സിലാക്കുക, ഒന്ന് ഉപദേശിക്കാൻ ശ്രമിക്കുക. കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരുടെ കൂടെ കൂടിയിട്ട് ഇത്രയും കാലം KC വേണുഗോപാലിൻ്റെ വാക്കും കേട്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒട്ടാകെ കോൺഗ്രസ് പാർട്ടിയെ കുപ്പിക്കകത്താക്കിയില്ലേ, ഇനിയും കേരളത്തിലും കൂടി ഇത് ആവശ്യമുണ്ടോ എന്ന് പറ്റിയാൽ രാഹുൽ ഗാന്ധി KCയോടും കൂടി ഒന്ന് ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.